നാമത്തിൽ എല്ലാവരും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് 27-ാം തീയതിയാണ്, വ്യാഴാഴ്ച. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്ന അസുലഭമായ ഒരു ദൈവാരാധനയാണ് രാവിലെ നടക്കുന്നത്. ഈ സാക്ഷ്യം പറയുന്നൊരു എന്തുമാത്രം സാക്ഷ്യം പറയണമെന്നറിയാമോ? ഈ വചനം അവർ ഡെയിലി ബ്രെഡിൽ നിന്ന് അനുഭവം കേട്ടിട്ട് ജനങ്ങൾക്കൊക്കെ ഒരു പ്രേരണയോ ഉത്തേജനവും. ഞാൻ ഓർത്ത് കേട്ട ഇങ്ങനെ ഇത്രയും നന്നായിട്ട് വരുമെന്ന് ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. അതൊക്കെ ഞാൻ അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ദൈവം അവരുടെ കുടുംബത്തോടെ അനുഗ്രഹിക്കും. കാര്യം അവർ ചെയ്യണ വലിയൊരു ജോലിയാണ്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ,
കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ ഉടമ്പടിയെടുത്ത് എല്ലാവരും, ഉടമ്പടി ജീവിക്കുന്ന എല്ലാവരെയും നീ പ്രത്യേകം സന്ധിക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥതയിലെ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാര ശക്തിയാൽ ഇന്നത്തെ ദിവസം എൻ്റെ മക്കളെ ഞാൻ ഈശോയുടെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ജോലി ആസ്വദിക്കപ്പെടട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഭയങ്കരമായ സങ്കടത്തിലാണെങ്കിൽ, ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച്, ഏതെങ്കിലും ഭീഷണിയെ പ്രതി ചില പോലീസ് കേസിലോ അല്ലെങ്കിൽ കോടതിയിലോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ നാട്ടിലോ വീട്ടിലോ എന്തെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കത്തിലാണെങ്കിൽ, കർത്താവിൻ്റെ രക്തം നിങ്ങളുടെ മനസ്സ് തളിക്കപ്പെടുകയും നിങ്ങളെ കൈ ചൂണ്ടുന്നവരും നിങ്ങളെ ലക്ഷ്യം വെച്ചിരിക്കുന്നവരുടെ ശത്രുക്കളുടെ കൈകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. അതിർത്തി തർക്കങ്ങളുള്ളവരെ, സാമ്പത്തികമായ വിഷമതകളിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരും പിരിമുറുക്കം വന്നവർ, മനസ്സ് ഭയങ്കരമായിട്ട് മുരടിച്ചിരിക്കുന്നവർ, കുടുംബത്തിലുള്ളവരുടെ കിരാതമായ പെരുമാറ്റം, നിർദ്ദയമായ പെരുമാറ്റം, സങ്കടകരമായ പെരുമാറ്റം, നമ്മൾ മനസ്സിലാക്കാത്ത അവസ്ഥകൾ, ബോധപൂർവ്വം മനസ്സിലാക്കാതെ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, കുരിശിത തന്ത്രങ്ങൾ നടക്കുന്നവരുടെ യേശുക്രിസ്തു ഉന്നതമായത്തിൽ ആ പൈശാചിക ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. നിനക്കെതിരെ ദോഷങ്ങൾ ചെയ്തിട്ടുള്ളവരെ, നിനക്കെതിരെ കുഴുവത്തരം മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളവരെ, നിന്നെ ശരിയാക്കി കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നവരെ, നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളവരെ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സർപ്പത്തിന് തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥരെ യേശുക്രിസ്തു നിന്റെ ശത്രുക്കൾ ഞാൻ ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ ആവശ്യിക്കട്ടെ. നിൻ്റെ വരത്തും ഇടത്തും, വീട്ടിലും വഴിയിലും, ജലത്തിലും കരയിലും, മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സർവോപരി സഞ്ചാരി മാതാവിൻ്റെ സർവ്വസമയ സാന്നിധ്യവും നിന്നെ സംരക്ഷിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാട്ട് വി ആർ ഡൂയിങ്. നമ്മളൊത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? എന്തുമാത്രം ഇപ്പോൾ സഭയുടെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയൊക്കെ, ഇപ്പോൾ ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനം, ചില കോൺഗ്രിഗേഷൻ്റെയൊക്കെ സാമൂഹ്യ പ്രവർത്തനം, അവിടെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ തന്നെ പകുതിയോളം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അതിനേക്കാൾ സഭയുടെ പുറത്തുള്ള ആൾക്കാർ തന്നെ എന്തുമാത്രം സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ചെയ്യണത്. പക്ഷേ നിങ്ങൾ ക്രിസ്തീയത നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം, ആരുടെ നാമത്തിൽ ചെയ്യുന്നു, അതാണ് ബൈബിൾ അന്വേഷിക്കുന്നത്. ഈ മർക്കോസിന്റെ സുവിശേഷം 9:41 എടുത്തേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന്. അപ്പോൾ എന്ത് സംഭവം? നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം, പിന്നെ ആരുടെ നാമത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പേഴ്സണൽ ആൻഡ് പ്രസൻറ്റ് ഇൻറ്റൻഷനാണ്. ഇപ്പോൾ ലോഹ ഇട്ടത് കൊണ്ട് ക്രിസ്തുവിൻ്റെ പേരിലാണെന്നൊരു നിർബന്ധമില്ല. ലോഹ ഇട്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ പേരിലല്ല സംസാരിക്കുന്നത് എന്തുമാത്രം ആൾക്കാരെ ടി വി കാണാം. സഭയുടെ പേരിലല്ല സംസാരിക്കുന്ന എത്ര പേരെ ടി വി കാണാം. എവിടെ നിന്നെങ്കിലും 10 കൈകടി കിട്ടുമെന്നുണ്ടെങ്കിൽ സഭയെ തള്ളിപ്പറയാം, ക്രിസ്തുവിനെ തള്ളിപ്പറയാം, സമുദായത്തെ തള്ളിപ്പറയാം, മറ്റുള്ളവർ സമുദായം അവർ കേവന്മാരായിട്ട് അവിടെ ഇരിക്കും. പക്ഷെ അതുകൊണ്ടാണ് ബൈബിൾ കൃത്യമായിട്ട് പറയണത്. എന്താ പറയണത്? അതായത് നിങ്ങൾ ജനത്തിന് രണ്ടായിട്ടാണ് തിരിക്കണത്. എന്താണ്? 9:41 വായിച്ചേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ. രണ്ട് ജനങ്ങളാ ഉള്ളത്. എന്താണ്? ക്രിസ്തുവിനുള്ളവരും ക്രിസ്തുവിനില്ലാത്തവരും. ക്രിസ്തുവുള്ളവർ. ഇനി ക്രിസ്തുവുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ നാമത്തിൽ. ക്രിസ്തുവിനുള്ളവർ എന്ത് ചെയ്യും? അവൻ്റെ നാമത്തിൽ കൊടുക്കും. അല്ലാത്തവർ അവിടെ പ്രസ്ഥാനത്തിൻ്റെ നാമത്തിലാവും. അതാണ് വിഷയം. ഇപ്പോൾ എന്തുമാത്രം സാമൂഹിക സംഘടനകളും അവരെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു മനുഷ്യ നന്മയായിട്ട്. അതിലെ പക്ഷേ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ്, ക്രിസ്തുവിൻ്റെ പേരിലല്ല. ക്രിസ്തുവിൻ്റെ പേരിൽ നിത്യതമായ ക്രിസ്തുവിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിത്യതയുമായിട്ടുള്ള വിഷയമാണ്. നിത്യതയിൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണത്. അതാണ് അവൻ്റെ നാമത്തിൽ
നിങ്ങൾ ഇതിൻ്റെ വായിച്ചേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യണത്? ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ഉടമ്പടിയിൽ എടുക്കണ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് ഉടമ്പടി പ്രകാരം ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. ഞങ്ങൾ ചുമ്മാ ഇപ്പം ഈ വയനാട് ദുരന്തത്തിൽ കൊടുത്ത മുഴുവൻ ഉടുപ്പുകളില്ലേ, അതുപോലെ പയർ, അരി എല്ലാം അടിയന്തരമായിട്ട് ഞങ്ങൾ എത്തിച്ചില്ല അവിടെ. അതെല്ലാം എന്താണ്, ഒരൊറ്റ ദിവസം ഒന്ന് വിളിച്ച് പറഞ്ഞു നേരത്തെ. ഇവിടെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5000-ഓളം ചുരിദാർ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുപോലെ ഉടുപ്പ്, സാരി എല്ലാം. ഏത് സമയത്താണെന്നല്ല കലാമിറ്റി വേണ്ട, നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഉടുതുണി പോലും മനുഷ്യന് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾക്ക് ആ സ്പോട്ടിൽ പോയി കളക്ട് ചെയ്യുന്നതല്ല, നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഒരു കലാമിറ്റിയെ നേരിടാനുള്ള സംഭവം കൃപാസനത്തിൽ എപ്പോഴും ഉണ്ടാകും. എന്താ കാര്യം? അത് നമ്മളെ കൊണ്ടേ കൊടുക്കണം. മാത്രമല്ല, ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർ, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊരു രസം ഉണ്ടായി. 4 ക്യാൻസർ 4ാം സ്റ്റേജാണ്. അവർ 4 മണിക്ക് എഴുന്നേറ്റിട്ട് അവരുടെ കൈ കൊണ്ട് തന്നെ, അവർക്ക് പറയണം ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് ഭക്ഷണം കൊടുക്കാം രോഗികൾക്ക്, പിന്നെ അവരുടെ കൈ കൊണ്ട് തന്നെ അരിയും കറിയും ഉണ്ടാക്കി, ചോറും കറിയും ഉണ്ടാക്കി അത് ചുമന്നുകൊണ്ട് പോയി അവർ ആശുപത്രി കൊടുത്തു. എന്താണ്? അവർ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അവർ കൊടുക്കണേ ക്രിസ്തുവിൻ്റെ നാമത്തിലാകും. ക്രിസ്തുവിൻ്റെ ഒരു വാക്ക് പോലും പറയാതെ നമുക്ക് എന്ത് സാമൂഹിക പ്രവർത്തനം ചെയ്യാം. അത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാനവീയ പ്രവർത്തനം മാത്രമേ ആകത്തുള്ളൂ. അത് സുവിശേഷ പ്രവർത്തനം ആകത്തില്ല. കൃപാസനം ചെയ്യണേ എന്താണ്? സുവിശേഷ പ്രവർത്തനമാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവരും, അവരെന്ത് ജാതിയായാലും ശരി, അവരെ ന്യായസാരപ്പെടുത്തി മതം മാറ്റുകയല്ല, മറിച്ച് അവിടെ മനസ്സ് മാറ്റിയിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്നവരാക്കും. അത് അകത്തുള്ളവരാക്കും, പുറത്തുള്ളവരാക്കും. എന്താ കാര്യം? ദൈവത്തിനും മനുഷ്യനും ഗുണമുള്ള സാക്ഷികളായിട്ട് മാറണം. അവർ സുവിശേഷമാകണം, സുവിശേഷമേകണം, അതിൻ്റെ സ്പിരിറ്റിൽ ജീവിക്കണം. അതിന് ഈ നോൻപ് കാലത്ത് നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.